10 മില്ലി മദ്യം കൈവശം വച്ചതിന് യുവാവിന് ഒരാഴ്ച ജയിലിൽ കിടക്കേണ്ടി വന്ന സംഭവത്തിൽ കോടതി അതിരൂക്ഷമായ വിമർശനം ഉന്നയിക്കുകയാണ്. വളാഞ്ചേരി പോലീസ് സബ് ഇൻസ്പെക്ടർക്ക് എതിരെയാണ് മഞ്ചേരി ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജിന്റെ വിമർശനം. ഇത് ബനാന റിപ്പബ്ലിക് അല്ല എന്ന് കോടതി ഓർമ്മിപ്പിക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇതെന്നും പോലീസ് ഉദ്യോഗസ്ഥനെ കോടതി ഓർമ്മിപ്പിക്കുകയാണ്. തിരൂർ സ്വദേശി ധനേഷിനെയാണ് കഴിഞ്ഞ 25-ന് 10 മില്ലി മദ്യം കൈവശം വെച്ചതിന് പോലീസ് അറസ്റ്റ് ചെയ്ത്. അരുൺ അമർനാഥ് വിവരങ്ങളുമായി. അരുൺ, ഇത് ബനാന റിപ്പബ്ലിക് അല്ല, ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് എന്നൊക്കെ ഓർമ്മിപ്പിക്കേണ്ടി വരുന്ന സാഹചര്യം വളരെ പ്രധാനമാണല്ലോ. ഈ 10 മില്ലി മദ്യം കൈവശം വെച്ചു, അതിന് അറസ്റ്റ് എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ അവിശ്വസനീയമാണ്. എന്താണ് സംഭവിച്ചത്? എന്താണ് കോടതിയുടെ ഇടപെടൽ? അതെ രതീഷ്, കേൾക്കുമ്പോൾ തന്നെ കൗതുകം ഉണർത്തുന്ന വിചിത്രമായ ഒരു സംഭവം കൂടിയാണ്. കഴിഞ്ഞ 25-ാം തീയതിയാണ് ഈ വളാഞ്ചേരിയിലെ ഒരു മാളിൽ വെച്ച് ഈ ധനേഷിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. ഇയാളുടെ കൈവശം ഉണ്ടായത് 10 മില്ലി മദ്യമായിരുന്നു. പിന്നാലെയാണ് ഇതിൽ ഇയാളുടെ ജാമ്യത്തിന്റെ ഉത്തരവിൽ കോടതിയുടെ നിരീക്ഷണം ഉണ്ടായിരിക്കുന്നത്. അതിൽ രൂക്ഷമായ ഭാഷയിൽ ഈ വളാഞ്ചേരി ഇൻസ്പെക്ടറെ കോടതി വിമർശിക്കുന്നുണ്ട്. എടുത്തു ചാടിയുള്ള ഒരു തീരുമാനമാണ് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. ഒപ്പം തന്നെ ബാർബർ കട നടത്തി വരികയായിരുന്ന ധനേഷ് ഷേവിംഗ് ലോഷനായി ഉപയോഗിച്ചതായിരിക്കാം ഈ തൊണ്ടി മുതലെന്നും കോടതി നിരീക്ഷിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ പോലീസിന്റെ ഉദ്ദേശശുദ്ധിയിലും കോടതി സംശയം പ്രകടിപ്പിച്ചു. ഇത്തരം ഒരു അറസ്റ്റ് നടന്നിരിക്കുന്ന ഏതെങ്കിലും ബനാന റിപ്പബ്ലിക്കിലല്ലെങ്കിലും പകരം ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്താണെന്നും കോടതി ചൂണ്ടിക്കാട്ടുകയാണ് ഉണ്ടായത്. എന്നാലും തുടക്കത്തിൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു വിചിത്രമായ ഒരു സംഭവമാണ്. അതിലാണ് പോലീസിനെതിരെ കോടതിയുടെ ഭാഗത്തു നിന്ന് രൂക്ഷമായ ഭാഷയിൽ ഒരു വിമർശനം ഉണ്ടായിരിക്കുന്നത്. രതീഷ്, അരുൺ അമർനാഥ് വിവരങ്ങൾ നൽകിയത്. കോടതിയുടെ ഭാഗത്ത് അതിരൂക്ഷമായ വിമർശനമാണ് വളാഞ്ചേരി സബ് ഇൻസ്പെക്ടർക്കെതിരെ ഈ നടപടിയിൽ ഉണ്ടായിരിക്കുന്നത്.